നമസ്കാരം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,363. നിഫ്റ്റിക്കായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് കയറാനായിട്ടൊരു സാധ്യതയുണ്ടോ, അതോ നിഫ്റ്റിയിലായാലും വലിയൊരു ഫാളിനുള്ളൊരു സാധ്യതയാണോ നിഫ്റ്റിയിൽ കാണുന്നത്? ക്യാമറ ഓഫ് ചെയ്തില്ല. നമസ്കാരം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,363. നിഫ്റ്റിക്കായാലും വലിയൊരു ഫാളിനുള്ളൊരു സാധ്യതയുണ്ടോ, അതോ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് കയറാനുള്ളൊരു സാധ്യതയാണോ കൂടുതൽ? നമുക്ക് പരിശോധിക്കാം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നിഫ്റ്റി അവസാനത്തെ ഒരു ദിവസത്തിൽ ക്ലോസ് ചെയ്ത് നോക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. അതിനുശേഷം തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള അപ്ഡേറ്റുകൾ നൽകാം. നമുക്കിത് ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. നമ്മൾ എക്സ്പയറി ഡേയിൽ നമ്മൾ ഈ ഒരു വലിയൊരു മൂവ്മെന്റ് നടത്തിയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇതൊരു ബൈയുടെ ഒരു സെന്റിമെന്റ് അല്ല. നിഫ്റ്റി ഒരു ഹയർ ലെവൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് കവറിങ് റാലി മാത്രമാണ് മാർക്കറ്റിൽ നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ നടന്നിരുന്നത്. അതിനുശേഷമായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. മാർക്കറ്റ് ആ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ എക്സാക്റ്റ് ആയിട്ട് നിന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ഓപ്പണിംഗ് ആയാലും നമ്മൾ നൽകിയിരിക്കുന്ന മെയിൻ സപ്പോർട്ടിൻ്റെ ഒരു താഴെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം റൈറ്റ് ഒരു ഫാള് മാർക്കറ്റിൽ വന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കാണുക. നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ട്രെൻഡിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മൾ നിഫ്റ്റിയിലെ ലോങ് ടേം വ്യൂ നോക്കുന്നത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. എപ്പോഴും ആ ഒരു എക്സാക്റ്റ് ആ ഒരു നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ഹയർ ലെവലിൽ നിന്ന് തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ റിവേഴ്സൽ നമ്മൾ സൂചിപ്പിച്ചതായിരുന്നു. മാർക്കറ്റ് റിവേഴ്സൽ ആയിട്ടുണ്ട്. നിഫ്റ്റി റിവേഴ്സലാണ് ഈ ഒരു ഏരിയയുടെ താഴെ. ഈ ഒരു ഏരിയയുടെ താഴെ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു എവരി റൈസ് ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലും 2 ദിവസവും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽസ്റ്റിക് ഒക്കെ വന്നപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. മുകളിലേക്ക് പോയാലും അത് തിരിച്ച് താഴത്തേക്ക് തന്നെ വരാനുള്ളൊരു സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സ്റ്റിൽ നെഗറ്റീവിൽ തന്നെയാണ്. നിഫ്റ്റിയുടെ ട്രെൻഡ് നെഗറ്റീവിൽ തന്നെയാണ്. ഇനി നിഫ്റ്റി ഒരു ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ബൈയിലേക്ക് കടക്കണമെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,950 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്ന റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിയിൽ അത് വർക്ക് ചെയ്യുക. 24,950 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് ആ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലേക്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് ലെവലിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ട്രെൻഡ് നെഗറ്റീവിൽ നിന്ന് ഒരു പോസിറ്റീവിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 24,950 എന്ന് പറയുമ്പോൾ വളരെ ഒരു ഹയർ ലെവലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എവറി റൈസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് ഒരു സിറ്റുവേഷനിലായാലും നിഫ്റ്റിക്കായാലും ഇനി താഴത്തേക്ക് നിഫ്റ്റിയിൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഇനി നിഫ്റ്റിയുടെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു സപ്പോർട്ട് വരാനായിട്ടൊരു സാധ്യത 24,300. 24,300 അടുത്ത് ഒരു നല്ലൊരു സപ്പോർട്ടാണ്. പക്ഷേ നിഫ്റ്റി ഒരു ബൈ ട്രെൻഡിലേക്കല്ല, നിഫ്റ്റി ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ടാണ്.
കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ് നോക്കുക, ഫ്രൈഡേയിലെ എക്സ്പയറി ഡേയിലെ ആ ഒരു മൂവ്മെന്റ് നോക്കിയാലും ആ ഒരു സപ്പോർട്ടിന്റെ അടുത്തു നിന്നാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗൺസ് നടക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ഏരിയ അലേർട്ട് ആകേണ്ട ഒരു ഏരിയ ആണ്. അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അനുസരിച്ചുള്ള ഒരു എൻട്രി കിട്ടിയാൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ താഴത്തേക്ക് ഇനി നിഫ്റ്റി 24,300 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ നിഫ്റ്റിക്ക് ഇനി അടുത്തൊരു സപ്പോർട്ട് 24,000 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. 24,000 അടുത്താണ് അടുത്ത കുറച്ചൊരു നല്ല സപ്പോർട്ട് ഈ ഒരു ലെവലിലാണ് പിന്നെ ഈ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ സെല്ലിൽ തന്നെയാണ്. നമ്മൾ ബൈര ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓരോ ദിവസത്തെ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 24,950 തന്നെയാണ് ലോങ് ടൈം ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഏരിയ. പക്ഷേ അത് ചേഞ്ച് ആകും. ചിലപ്പോൾ അത് ലോവർ ലെവലിലേക്ക് ഒരു ബൈര ഓപ്പർച്യൂണിറ്റി വരാനായിട്ടൊരു സാധ്യത വരും. പക്ഷേ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റും അപ്ഡേറ്റ് ചെയ്യുക, ഏതാണ് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ എന്ന് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്യുക. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കുറച്ചൊരു വീ നിഫ്റ്റി സിറ്റുവേഷൻ കുറച്ചധികം വീക്ക്നെസ് ആണ്. കാരണം നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എല്ലാ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നല്ല സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് നിലനിർത്തുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ആ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക. ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ നിഫ്റ്റി ഒരു പോസിറ്റീവിലേക്ക് കടക്കുന്നത് വരെ സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷനും കൂടി നമ്മളത് കാണിക്കാം. നമുക്കൊരു വീക്ക്ലി ഗ്രാഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് ഡെയിലി ഗ്രാഫാണ്. വീക്ക്ലി ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഒരു 6 ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് നിലനിൽക്കുന്നത്. എല്ലാ ദിവസവും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് നിഫ്റ്റി നിലനിർത്തി പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി മുൻ ദിവസങ്ങളിലൊക്കെ മുൻ ആഴ്ചകളിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നിഫ്റ്റി അങ്ങനെ ഒരു 6 ആഴ്ച തുടർച്ചയായിട്ട് നെഗറ്റീവിൽ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ അത് വന്നിട്ടില്ല. ഇപ്പം അടുത്ത് അതായത്
നമുക്ക് നിഫ്റ്റിയുടെ ആയാലും ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, അതായത് വീക്കിലി ടൈം ഫ്രെയിമിൽ ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 വീക്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ്. നമുക്കത് കഴിഞ്ഞൊരു 3-4 വർഷത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിഫ്റ്റിയിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബൗൺസ് ചിലപ്പോൾ നിഫ്റ്റിയിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാം. 24,300 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, അതായത് 24,300 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ട് നിഫ്റ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിഫ്റ്റിയുടെ ഒരു ബൗൺസ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിലായാലും ചിലപ്പോൾ നിഫ്റ്റി ഒരു റേഞ്ചിൽ ബൗൺസ് ചെയ്താലും ട്രെൻഡ് പോസിറ്റീവിലേക്ക് കടന്നിട്ടില്ല, ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ ഇവിടെ നിലനിർത്താനായിട്ടൊരു സാധ്യതയും ചിലപ്പോൾ മാർക്കറ്റിൽ കാണണം. കാരണം നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് 6 വീക്ക് 6 വീക്ക് സെല്ലിൽ നിലനിൽക്കുമ്പോൾ ഒരു വീക്ക് സാധാരണ ഒരു ന്യൂട്രൽ ലെവലിലേക്ക് അത് നിലനിൽക്കാറുണ്ട്. അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ വരാറ്. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റിയിൽ സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ നിഫ്റ്റിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവലിലേക്ക് ഇനി 24,800 ഉണ്ട്, അതേപോലെ 24,950 ഉണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസുകളാണ്. അപ്പോൾ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് അതേപോലെ തന്നെ 24,300 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പക്ഷേ 24,300 താഴത്തേക്ക് വീണ്ടും ക്ലോസ് ചെയ്താൽ വീണ്ടും 24,000 ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്തേക്കും, അതേപോലെ തന്നെ 23,600 23,800 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തേക്കും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റിക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും അടുത്തൊരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയില്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബൗൺസ്, അതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബൗൺസ് നമുക്കൊരു റൈറ്റ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി അല്ല, പക്ഷേ ഇൻട്രാഡേയിൽ നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാർക്കറ്റിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി പറഞ്ഞതാണ്. 24,300 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. മാർക്കറ്റ് ഏത് സൈഡിലേക്ക് പോയാലും അത് മാനേജ് ചെയ്യാവുന്ന സിറ്റുവേഷൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം.
നിഫ്റ്റിയുടെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ട നമുക്കൊരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഇൻട്രാഡേയിൽ നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കാം. അതായത് അവസാനത്തെ ഒരു ദിവസത്തിൽ ഫ്രൈഡേ ആയിരുന്നു. അതിന് മുൻപത്തെ ദിവസത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ്, ഷോർട്ട് കവറിങ് റാലിയാണ്. അപ്പോൾ അതിനുശേഷം നിഫ്റ്റി ഒരു ഫാളിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ തുടർന്നു. അതായത് സെല്ലേഴ്സ് തന്നെയാണ് മാർക്കറ്റിൽ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ തുടർന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് അവസാനത്തെ ഒരു സെക്ഷനിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു സെഷൻ വരെ, അതായത് 24,460 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ ഒരു ആധിപത്യമായിരിക്കും. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും വരാൻ പോകുന്ന ഒരു ആഴ്ചകളിലായാലും നമുക്കൊരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെയാണ്. അതായത് തൊട്ട് മുകളിലത്തെ ആ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്ക്
സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി വർക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ മാർക്കറ്റ് കുറച്ചും കൂടി ആ ഒരു ഷോർട്ട് പൊസിഷൻ്റെ ആ ഒരു കവറിങ് വരും. മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് ഏതെങ്കിലും ഒരു ലെവലിലേക്കുള്ള ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് മാർക്കറ്റ് നിലനിൽക്കുന്ന രീതിയിലായാലും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വീക്കിലത്തെ സിറ്റുവേഷനാണ് പറയുന്നത്, മൺഡേ മുതലുള്ളൊരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളായാലും നമുക്കൊരു ഹയർ ലെവൽ നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ട്, മൊമെൻറ്റം റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് 24,455 24. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ബൈര ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 24,500 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഒന്നും കൂടി സ്ട്രെങ്ത് കിട്ടും, ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇത് 525 മൈനറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമുക്ക് 24,600 നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 24,600, 24,630 ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതേപോലെ പക്ഷേ 630 മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണണം. 24,672 ഈ ഒരു റേഞ്ച് വരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് ഇൻട്രാഡേയിൽ. അതേപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 24,800 അടുത്താണ് പിന്നെ റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഷോർട്ട് സെല്ലിൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഷോർട്ട് സെല്ലിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 24,400 താഴെയാണ്. ഫാളിന് തന്നെയാണ് സാധ്യത. 24,400 ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഫാളിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഇതിൻ്റെ ഒരു മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താലും ഇതും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും മൊമെൻറ്റം അടുത്ത റെസിസ്റ്റൻസും കൂടി കവർ ചെയ്ത് നിലനിൽക്കുന്ന രീതിയിൽ മൂവ് ചെയ്താലാണ് മാർക്കറ്റിൽ ആ ഒരു ബയേഴ്സിനുള്ള ഒരു മൊമെൻറ്റം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെ നിലനിൽക്കുമ്പോഴും ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യും. അതേപോലെ തന്നെ അപ്പോൾ നാളത്തെ ഒരു ഓപ്പണിംഗ് എവിടെയായിരിക്കും എന്നതനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്, 24,268 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 300 ജസ്റ്റ് താഴെ ആയാലും 200 300 റേഞ്ചിലൊക്കെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇൻട്രാഡേയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഷോർട്ട് സെൻ്റെ ഓപ്പർച്യൂണിറ്റി 24,240 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും സ്ട്രെങ്ത് താഴത്തേക്ക് തന്നെ സ്ട്രെങ്ത് കിട്ടും. അതിനുശേഷം 24,170 150 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ചാണ്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കുക, നമുക്കൊരു കറക്റ്റ് എൻട്രി, നല്ല എൻട്രി എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും മൊമെൻറ്റം എപ്പോഴും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ്. എപ്പോഴും ആ ഒരു മൊമെൻ്റ് എൻട്രി ഇപ്പോൾ രാവിലത്തെ ഒരു മൂവ്മെൻറ്റിൽ തുടക്കത്തിൽ ഒരു ഓപ്പണിങ്ങിൽ ശരിക്കും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും. പിന്നെ ഏത് സമയത്താണ് നമുക്ക് മാർക്കറ്റിൽ മൊമെൻറ്റം കിട്ടാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചും, അതായത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിൻ്റെ മുകളിലേക്ക് റെസിസ്റ്റൻസിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഈ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഇതനുസരിച്ച് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ടൈമിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്